ഫ്ലൗട്ടിംഗ് ഒക്കെ മുകളിൽ നുള്ളി കളയാന്ന് ഓവറായി കണ്ടു. ഓറഞ്ച് നല്ല ഓറഞ്ചിന് സ്മെല്ല്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നതാണ്. ഇത് മധുരം കൂടുതൽ വേണം. വെഡിങ് കുഞ്ചും കുഞ്ചും മലയാളല്ലേ? ഫസ്റ്റ് ചെയ്യുന്നത് എപ്പിക്കോട്ടൽ ഗ്രാഫ്റ്റിംഗ്. അത് ചെറിയ പിന്നെ മാവിൻ ചെയ്ത് വലിയൊരു മാവിന്റെ അപ്പൊ കാണിച്ചു. ഇതിപ്പോ നമ്മൾ ചട്ടിയിൽ വെച്ചിട്ട് മുളച്ചു വരണേ. ചെറിയൊരു മാവിൻ കൈയാണെന്ന് നിങ്ങൾ ഒരു ചട്ടിയിൽ തൈ മുളച്ചു വരികയാണെങ്കിൽ അതിനെന്ത് വെച്ചാൽ ഇതേമാതിരി കട്ട് ചെയ്തിട്ട് ഇതേമാതിരി ചെയ്യുക. ഇതേമാതിരി ചീന്തിട്ട് വെക്കുക. ഇങ്ങനെ ചീന്തി വെക്കുക. അതേമാതിരി അതേ വണ്ണമുള്ള ഒരു കൊമ്പിനെ രണ്ട് സൈഡും അതേ വണ്ണമുള്ളതായിരിക്കണം. കൂടിയ പ്രശ്നമാണില്ല. ഈ ഇഷ്ടപ്പെടുന്ന ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാവിന്റെ കൊമ്പ് വെച്ചാൽ അത് ഇതേമാതിരി വണ്ണത്തിലുള്ള എടുത്ത് കൊണ്ടുവന്നിട്ട് നേരെ കറക്റ്റ് ജോയിന്റ് ആയിരിക്കണം. ഇതിന്റെ ഈ തൊലിഭാഗവും ഇതിന്റെ ഇവിടുത്തെ തൊലിഭാഗവും കറക്റ്റ് ആയിരിക്കണം. അതാണ് വണ്ണം ഒന്നാണെന്ന് പറയാൻ കാരണം. എന്നിട്ട് കറക്റ്റായിട്ട് ഇറക്കി വെക്കുക. ആ അളവിൽ കണക്റ്റ് ആയിരിക്കുമ്പോഴത്തെ ചെത്തൽ. എന്നിട്ട് എയർ ടൈറ്റ് ആയിട്ട് വരിഞ്ഞ് കെട്ടുക. എന്നിട്ട് ചെയ്യാൻ പറ്റാവുന്നത് ഞാൻ പറഞ്ഞ പടി ഒരു സിപ്പപ്പിന്റെ കവർ വെള്ളം നിറച്ചിട്ട് ഇതിന്റെ ഉള്ളൂടെ അങ്ങനെ ഇറക്കിയിട്ട് ഇവിടെ വരെ വെച്ച് കഴിഞ്ഞാൽ ദിവസം രാവിലെ അത് കവർ എടുത്ത് ഒഴിവാക്കുക, വെള്ളം നിറക്കുക, വീണ്ടും അതേപടി ചെയ്ത് കഴിഞ്ഞാൽ 22ാമത്തെ ദിവസം രാവിലെ വെള്ളം നിറക്കുക. സിപ്പപ്പിന്റെ കവർ എടുത്തിട്ട് പച്ച വെള്ളം ഒന്നും ചെയ്യണ്ട വെള്ളം അതാ പറഞ്ഞ വെള്ളം നിറക്കുക. എന്നിട്ട് അതേപടി ഇങ്ങോട്ട് മറിച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിവായി. എന്നിട്ട് ആ വെള്ളം ഒഴിവായി പോയതിന് ശേഷം അതിനെ നേരെ ഇതിനുള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ പുറത്തെ ചൂടും ഈ വെള്ളത്തിന്റെ ഉള്ളിലെ തണുപ്പും കൂടി ആകുമ്പോൾ ഇതിനുള്ളിൽ പ്രത്യേക ഒരു ടെമ്പറേച്ചർ വരും. ആ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ 22ാമത്തെ ദിവസത്തിൽ തീർക്കും. കറക്റ്റായിട്ട് തീർക്കും. അല്ലാതെ ഈ വെട്ടി ചെയ്താൽ 90% പരാജയമായിരിക്കും. അത് ഉപയോഗിക്കാതെ ചെയ്താൽ 90% പരാജയമായിരിക്കും. ബെഡ് ചെയ്ത തൈനെ വെയിൽ വല്ലാതെ അടിക്കാത്ത തട്ട് വെക്കുക. അതും തണലത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഓടിൻ്റെ അടിയിലോ പെരൻ്റെ ഉള്ളിലോ കൊണ്ടുപോയി വെക്കരുത്. അവിടെ ചൂട് ഓവറായിരിക്കും, ഉണങ്ങിപ്പോകും. മരത്തിന്റെ ചോട്ടിൽ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓല കൊണ്ട് ഷെഡ് ഉണ്ട് അല്ലാത്ത ഷെഡ് വെക്കരുത്. വീട്ടിൻ്റെ ഇറയിലോ അല്ലെങ്കിൽ ഇതേമാതിരി ഓടിട്ടുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓവർ ചൂടാണ് അതിൻ്റെ അടിയിൽ. നമ്മളത് പ്രതീക്ഷിക്കാതെ ചൂടുണ്ടാവും. ആ ചൂടിൽ പിന്നത്തെ രണ്ടാമത്തെ സിസ്റ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയ സൈസ് ചെയ്യുന്നത്. ഇനി നമ്മൾ രണ്ട് പ്ലാന്റുകൾ തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് രണ്ട് സൈഡിൽ ഒരു തൈ മുളച്ചു വന്നേനെ. ഇതിപ്പോ ഇതേമാതിരി മുളച്ചു വന്ന തൈയും ഇതൊരു കൊമ്പും നമ്മൾ ഇഷ്ടപ്പെട്ട മാവുമ്പോൾ അങ്ങോട്ട് കൊണ്ട് ചെയ്യാനുള്ള സിസ്റ്റം വന്നേ കേട്ടോ. ഇത് നമ്മള് തൈ നമ്മൾ മുളച്ച നാടൻ തൈ ഏതോ ഒരു തൈ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട മാവിന്റെ ഒരു മാവുമ്പക്ക് ഇത് കൊണ്ടുപോകണം. മറ്റേ നമ്മൾ ആ കൊമ്പിന് ഇങ്ങോട്ട് കൊണ്ടുവരണം. തിരിച്ചു വെട്ടി കൊണ്ടുവരണം. ടീച്ചറെ വീട്ടിലൊരു മാവുണ്ട്, നല്ല രസമുള്ള മാങ്ങയാണ് എനിക്ക് തോന്നിയിട്ട് ഞാൻ ആ കമ്പിന് എങ്ങോട്ട് കൊണ്ടുവന്നിട്ടാണ് ആദ്യം ചെയ്തത്. തിരിച്ച് ഞാൻ ആ കമ്പിനെടുത്തേക്ക് ഈ മാവിനെ അങ്ങോട്ട് കൊണ്ടുവരണം. അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇത് ചട്ടിത്തോട്ട് തെറിച്ച് വന്നതിന് തെളിവുണ്ടാവും. ഇതിലിവിടെ അങ്ങോട്ട് ഉള്ളിൽ കണക്കൂട്ടാൻ ചെയ്യരുത്. അതിന്റെ ഏകദേശം ഇത്ര താഴെ കണ്ടിട്ട് ഇങ്ങനെ ഒരു ചെറുതായിട്ട് മുറിച്ച് കളയാൻ പാടില്ല. ഒരു ഇഞ്ച് 1.5 ഇഞ്ച് നീളത്തിൽ ആ കൊമ്പിന്റെ ഹൈറ്റിനനുസരിച്ച് നമ്മളിതിനെ സ്റ്റാൻഡ് ചെയ്ത് കെട്ടണം. അതേമാതിരി ഇതേമാതിരി ഇതിന്റെ പകുതി ചേർക്കുക. തുടർച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന മാവിന്റെ പകുതിയും ചേർക്കുക.
ഇതിന് രണ്ടിനും കൂടെ ഇതേമായി നേരെ ചേർത്ത് വെക്കുക. ഗ്യാപ്പ് ഉണ്ടാകുന്ന അപ്പൊ ഈ തൽക്കാലം കാണിച്ചിട്ടുണ്ടോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. പരിഞ്ഞ് ഫുള്ളായിട്ട് എയർടൈറ്റായിട്ട് കെട്ടിക്കഴിഞ്ഞിട്ട് 15 ദിവസം കഴിയുമ്പോൾ ഇതിന്റെ മുകൾ ഭാഗം ഇത് ചട്ടിയിൽ നിന്ന് വരുന്നതാട്ടോ. ചട്ടിയിൽ നിന്ന് വരുന്നതിന്റെ ഇവിടെ കാൽ ഭാഗം കെട്ടി മരത്തുമെന്ന് വരുന്നുണ്ടല്ലോ, ഇത് മറ്റേ നല്ല മാവിന്റെ മരം, അതിന്റെ ഇവിടെയും കാൽ ഭാഗം കെട്ടി ചെയ്യും. പിന്നെ 20 ദിവസം കഴിയുമ്പോൾ ഇത് പകുതി വരെ കെട്ടി ചെയ്യാം, ഇതിന്റെ മേൽഭാഗം, ഇതിന്റെ അടിഭാഗം. പിന്നെ ഒരു 10 25 ദിവസം കഴിയുമ്പോൾ ഇതിന്റെ മുക്കാൽ ഭാഗം കട്ട് ചെയ്യും. പിന്നെ ഇതിന്റെ ഏകദേശം 90% വരെ കട്ട് ചെയ്തിട്ട് റോസ്. പിന്നെ ഒരു 60 ദിവസം 70ാമത്തെ ദിവസമായി വരുമ്പോഴത്തേക്കും ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്യും. ഇത് ഫുള്ള് കട്ട് ചെയ്യും. എന്നിട്ട് നേരെ എടുത്ത് കൊണ്ടുവന്നിട്ട് നനച്ച് നമ്മൾ വളർത്തിട്ട് കഴിഞ്ഞാൽ ഇത് തേക്ക് വരും. ഇതിൽ നിന്ന് തേക്ക് എവിടെ വരുന്നെങ്കിലും അങ്ങനെ നട്ടിച്ചളയും. ഇതിന് വളർത്തി കഴിഞ്ഞാൽ പിന്നെ ഇത് ഏതാണോ ഇനം ആ ഇനം മാങ്ങണ്ടാവും. കട്ട് ചെയ്തില്ലെങ്കിൽ രണ്ട് ഈ ഒട്ടിച്ചതിന്മേൽ കൂടെ ഇതിന്റെ ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അപ്പൊ നമ്മൾ ഒട്ടിച്ച് ചെടീന്റെ അടിഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ കുറച്ച് ഉണങ്ങി പൊക്കോളൂല്ലേ? ഈ ഭാഗത്ത് വേർത്ത് കിട്ടണ്ടേ? നമ്മൾ മറ്റൊരു മരത്തുമല കൊണ്ടുപോയി വെക്കണേ. അവിടെ കൊണ്ട് ഇതാണ് കട്ട് ചെയ്ത് വരുന്നത്. ഇതിപ്പോ ഈ മാവുമെന്ന് വരുന്ന ഭാഗമാണ്. ഇവിടെ കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിമെന്ന് എങ്ങനെ വേർക്കാൻ പറ്റും? ഒന്ന് ഇതിന്റെ തല വേറെടുക്കാത്തോളം കാലം ഇത് വളരൂല, ഇതേ വളരും. ഇതിന്റെ തല വേറെടുത്ത് കട്ട് ചെയ്ത് മുറിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച മാവ് വളരുള്ളൂ. അല്ല എങ്കിലും ഒറിജിനൽ വളരും. ഒന്ന് ഉണങ്ങി പോകാനത് അതായത് ഇത് വളരും. ഘട്ടം കട്ട് ചെയ്തിട്ട് ഇവനെ എന്ത് ചെയ്യണോ ഈ തൈനെ ഈ ശാസ്ത്രീയപരമായിട്ട് പറയുന്ന നമ്മളെ നാടൻ ഭാഷയിലല്ല പറയുകയാണെങ്കിൽ എന്തായാലും ഇലയിലൂടെയാണല്ലോ ഭക്ഷണം. അപ്പം ഇവൻ എന്ത് ചെയ്യണോ ഇതിന്റെ കട്ടിങ് പറയുമ്പോൾ ഇതിൽ കിളിപ്പ് ഇങ്ങനെ വരുമ്പോൾ ആ കിളിപ്പിലൂടെ എന്ത് ചെയ്തോ ഇവൻ ഭക്ഷണം തേടാൻ നോക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കണക്ഷൻ ഇങ്ങനെ ഇങ്ങോട്ട് മാറും. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത്. പിന്നെ മാവിനല്ലാത്ത രീതിയിൽ കട്ട് ചെയ്തിട്ട് തൊലി ചീന്തിട്ട് അപ്പം വലിയ മാവിനെ മാളെ കാണിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഞാൻ ആ മാവൊക്കെ ചെയ്തു. അതായത് അത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. മാവിന്റെ ഇങ്ങനെയുള്ള ഒരു മാവാണെങ്കിൽ മുറിച്ച് ഒഴിവാക്കിയിട്ട് ഒരു ഈ രീതിയിൽ ഒരു 2 ഇഞ്ച് വീതിയിൽ തൊലി ഇങ്ങനെ ഈ രീതിയിൽ കട്ട് ചെയ്യും. 2 ഇഞ്ച് ആഴത്തിൽ. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഈ കൊമ്പിനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ 2 ഭാഗം ചെത്തി ഇറക്കും. സാധാരണ ഒരു 6 ഇഞ്ച് ഉള്ള മാവാണെങ്കിൽ 12 ഇഞ്ചാണെങ്കിലും കുഴപ്പമില്ല. വാള് വെച്ചിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞിട്ട് മുറിക്കില്ല, മുറിച്ച തീർത്തോളൂ. മാവ് എന്തായാലും അടിപൊളി തീർക്കും. ഇനി അതിന് സിസ്റ്റം ഉണ്ട്, ഇപ്പോഴത്തെ പുതിയൊരു സിസ്റ്റം. അങ്ങനെ മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജാതിയൊക്കെ കട്ട് ചെയ്യുന്ന സിസ്റ്റം. ജാതി ആണ് എങ്കിൽ നമ്മൾ അതിൻ്റെ തല കട്ട് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞിട്ട് അതിൽ ഇതേമാതിരിയുള്ള കിളിപ്പ് വരും. കിളിപ്പ് വരുമ്പോൾ ഒരു കിളിപ്പിനെ നിർത്തി ബാക്കിയൊക്കെ കട്ട് ചെയ്യും. എന്നിട്ട് അതിലെന്ത് ചെയ്യുക ചീന്തിട്ട് നമ്മളിപ്പോൾ ഈ കൊമ്പ് ഞാൻ നേരത്തെ കാണിച്ചതല്ലോ ഈ സിസ്റ്റം അങ്ങനെ കിളിപ്പ് തന്നാൽ തല കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ പെൺജാതിയുടെ കായ്ക്കുന്ന ജാതിയുടെ കൊമ്പ് കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചാൽ ഇത് തീർക്കും. ഇല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് നട്ട് കഴിഞ്ഞ് കായ്ക്കാതെ വന്നു കഴിഞ്ഞാലാണ് പൂക്കൾ കൂടുതൽ ഉണ്ടാകണം പറയുന്നത്. അതുമാണ് ഞാൻ കാണിച്ചത്. ഇവിടെ ഉണ്ട് കായലിൽ ഉണ്ടാകുന്ന മരത്തുമ്പോൾ കായ ഉണ്ടാവും. മറ്റൊരു ആൺജാതി ആണെങ്കിൽ കണക്കിലധികം പൂക്കൾ കൊലയിൽ നിന്നുകൊണ്ടേ പെട്ടെന്ന് കായ ഉണ്ടാവും. ഈ മാവിൽ ഇങ്ങനെ വെട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഞാൻ പറഞ്ഞ കട്ട് ചെയ്തിട്ട് അതിൽ ചീന്തിട്ട് എത്ര ഡിസൈൻ കൊമ്പ് വെറൈറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ച് കിട്ടാൻ പറ്റും. എന്നിട്ട് നല്ല മരിഞ്ഞ് കെട്ടുക. അതിപ്പോൾ ചാണകവും ഈ നമ്മളെ ചെത്തൽമണ്ണില്ലേ അതും മിക്സ് ചെയ്തിട്ട് നല്ല പേസ്റ്റ് മാതിരി ഉണ്ടാക്കിയിട്ട് തേച്ച് കൊടുക്കും. പറ്റുമെങ്കിൽ ഗുണം മറ്റേതെങ്കിലും മാവിൻ്റെ കറ പൊട്ടിയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ വെട്ടിയിട്ട് ജോയിൻ്റിൽ ആ ജോയിൻറ്റിൽ ശരിക്ക് പേസ്റ്റ് മാറ്റിയിട്ട് അപ്പോൾ ഈ തൊലി ശരിക്ക് പ്രസ് ചെയ്ത് കൊടുക്കും. ആ പാറയെ പിടിച്ച് കഴിഞ്ഞിട്ട് മരിഞ്ഞ് കെട്ടി കഴിഞ്ഞിട്ട് ശരിക്ക് ഒരു ചേരിത്തുപ്പൊക്കെ വെച്ച് കെട്ടി കുറേശ്ശെ നനച്ചു കൊടുക്കണം. ഉണങ്ങാൻ സമയത്ത് അത് കിട്ടും. അത് എത്ര വെറൈറ്റി വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. മാവിനല്ലാത്ത വെറൈറ്റികൾക്ക് പേരക്ക, നാരങ്ങ അതൊക്കെ നമുക്ക് കമ്പ് മുറിച്ച് വെട്ട് ചെയ്യാൻ പറ്റും. അത് ഞാൻ നേരത്തെ പറഞ്ഞ രീതികൾ തൊലി ഇങ്ങനെ പകുതി
നമ്മൾ വേര് വളർത്തിച്ച് വേര് പൊളിപ്പിക്കണേ. ലെയറിംഗ് എന്ന് പറയും. കമ്പ് അതിന്റെ ശാസ്ത്രീയ പേര് ഇപ്പൊ മാസ്റ്റർ പറഞ്ഞു തരും. തോലിങ്ങനെ ഈ ബെഡൊക്കെ നമ്മളെ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ റോസിലൊക്കെ ഓരോ കമ്പനി പലതരം പൂക്കളായിട്ട് ചെമ്പരത്തിയിലൊക്കെ ഉണ്ടാവും. ചെമ്പരത്തി പറ്റും, മാവ് പറ്റും. മാവ് വെച്ച് ഒരുവിധം മരങ്ങളൊക്കെ അങ്ങനെ കമ്പ് കട്ട് ചെയ്യാൻ പറ്റും. മാവ് പിടിക്കൂല. മാവ് ഒരിക്കലും കമ്പിൽ വേര് പിടിക്കൂല. പേരൊക്കെ പറ്റും, ചെറുനാരങ്ങ പറ്റും, ഇഷ്ടപ്പെട്ട ചാമ്പ പറ്റും, റോസ് പറ്റും. ഇഷ്ടപ്പെട്ട റോസിന്റെ കൊമ്പ് ആണെങ്കിൽ കട്ട് ചെയ്ത് കൊണ്ടുവരാൻ വലിയ പരമൊന്നുമില്ല. ഇത് ശേഷം നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്യണം. ഇത് ഇഷ്ടപ്പെട്ട ഒരു കമ്പാണ്. ഈ കമ്പിന് എങ്ങനെ വരും, ഇതിങ്ങനെ ഇതും വരും. ഇതുപടിയും കട്ട് ചെയ്യുക, ഇതുപടിയും കട്ട് ചെയ്യുക. ഇത് വരിഞ്ഞ് കെട്ടണം. അത് ഉണങ്ങിപ്പോയതാണ്, അത് പോയതാണ്, ഉണങ്ങിപ്പോയതാണ്. ഈ രീതിയിൽ വെച്ചിട്ട് നമ്മൾ മാവല്ലാത്ത എല്ലാ ഐറ്റംസിനും നമുക്ക് വേര് പിടിപ്പിക്കാൻ പറ്റും. ഇവിടെ കേരിത്തുപ്പിൻ്റെ പൊടിയും എന്തെങ്കിലും ഇത് വെച്ചിട്ട് കിട്ടും. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറും കെട്ടി കൊടുക്കുക. നന്നാക്കി വരിഞ്ഞ് കെട്ടുകയുള്ളൂ. കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ വേര് വരും. എന്നിട്ട് ഇവിടെ ഏകദേശം വേര് വന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് കവറിൽ വെച്ച് പിടിപ്പിച്ചാൽ ഇത് തേക്കും. ആ ഒരു സിസ്റ്റം അങ്ങനെ 4-5 സിസ്റ്റം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നുള്ളത് റബ്ബർ ഒക്കെ ബഡ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. അത് എല്ലാ സാധനവും പറ്റില്ല. ഈ പപ്പായ വെച്ചു അത് ഇതേമാതിരി ഏതെങ്കിലും നല്ല വെറൈറ്റിന്റെ ഇതിൽ മുള വരുന്ന സ്ഥലം ഉണ്ടാവുമല്ലോ, അല്ലടോ കർമ്മസഭ ഇങ്ങനെ ചെറിയൊരു മുള വരും. അതിനെന്ത് ചെയ്യാറ്, ഒരു യു ആകൃതിയിൽ ഇങ്ങനെ ഒരു കഷ്ണം വെട്ടിയെടുക്കുക. മുളകോട് ചേർത്തിട്ട് മുകളം വെച്ച് പിടിപ്പിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ രാഷ്ട്രീയപരം ഞാൻ പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കഷ്ണം ചേർത്താൽ മതി. ഇതേമാതിരി മുളയുള്ള ഇതേ വലിപ്പമുള്ള ഒരു കഷ്ണം എന്ത് ചെയ്യാറ് ഒരു വി ആകൃതിയിൽ മറ്റേ കർമ്മസം വരെ എന്ത് ചെയ്യാറ് നല്ല കൊണ്ടുപോയിട്ട് ആണ് വെച്ച് പിടിപ്പിച്ചിട്ട് അപ്പം കയറും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേ വരുന്ന സെറ്റ് യു ആകൃതിയിൽ അതേ പറ്റുന്ന എന്ത് ചെയ്യാറ് നല്ല പീസ് വെട്ടിയിട്ട് അടർത്തിട്ട് അവിടെ ചെറിയ കഷ്ണം പട്ടി വെച്ചിട്ട് അപ്പോൾ ഇതിന് ഇവിടെ വേര് വരും. എന്നിട്ട് ഇത് നല്ല മുറിച്ചിട്ടിട്ട് കൊണ്ടുപോയി നട്ടാലും നല്ലതായി. രണ്ടും ചെയ്യാം. അത് കർമ്മസയിൽ മാത്രമേ പറ്റുള്ളൂ ആ സിസ്റ്റം. മറ്റത് ഈ ആദ്യം പറഞ്ഞാൽ എടുത്തിട്ട് മുള കൊണ്ടുപോയി വെക്കുന്നത് ഇതും ചെയ്തുകൊണ്ടിരിക്കുന്ന പദ്ധതിയാണ്. ഭയങ്കര പുളിയേറി പോയി. നല്ല സ്മെല്ലുണ്ട്. എന്താണ് വീഡിയോ അതെങ്ങനെ ഇപ്പൊ 2-3 ദിവസം കൂടുമ്പോ ഇങ്ങനെ ഒരാഴ്ചയിൽ ഒരു മാത്രം പൈപ്പില്ല. അവിടെ തുറന്നിട്ട് ഓസിലൂടെ വെറുതെ പോലും അത് നച്ചു കൊടുക്കുക. വിജയിച്ചാണ് ആദരന്നെ ഈ കാറ്റിനായതാണ്. ഞാൻ ദേശമാരൊക്കെ പിന്നെ വല ഫീൽഡിട്ട് പോയി. ഞാൻ മാത്രം തറവാടാണ്. അല്ല തറവാടൊക്കെ അവിടെ എല്ലാവരും വേറെ പോയി. മോൾ ഭാഗം ഞാൻ വാങ്ങിച്ചാണ്. ഒരു ഭാഗം കിട്ടിയാണ് ഈ വീട് നിൽക്കുന്നതിന് ഇങ്ങനെ ഇങ്ങോട്ട് ഈ സ്ഥലം ഇവിടുന്ന് മേലോട്ടുള്ളത് വാങ്ങിച്ചാണ്. അല്ല അത് കോഴിക്കോട്ടുകാരാണ്. എൻ്റെത് ഈ കാണുന്നത് ഈ നോക്കി അവിടെ കാണാം. ഒത്തൂല. ഞാൻ കൈക്കോട്ട് വെക്കൂല. ആ പരിപാടിയേ ഇല്ല. തെങ്ങിന് ഒരു വട്ടം തുറക്കും. ഞാൻ ഒറ്റ പ്രാവശ്യം ജീവിതത്തിൽ പിന്നെ തുറക്കും. എങ്ങനെ പിന്നെ എല്ലാ വർഷമൊന്നുമില്ല. ആ പരിപാടിയല്ല. ഒറ്റ വട്ടം തുറക്കും. അപ്പൊ എന്താ അല്ലെങ്കിൽ പിന്നെ ഒന്നും പിടിക്കില്ല. വളം അങ്ങനെ ഈ വളം തുറക്കും. അതിന് തുറക്കാതെ തുറക്കൂല. വളം ഒരു ഭാഗത്ത് കുഴി കുത്തുക അതിലിടുക. അങ്ങനെ മൂടും. അത് ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു കുഴി കുത്തുക അതിലിട്ടാൽ മൂടും. പിന്നെ അതിലേക്ക് ആ കുഴി മാറ്റില്ല. പിന്നെ അടുത്ത വർഷത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്ത് കുഴി കുത്തുക അവിടെ ഇടും. പണിയും കുറവാണ് പൊതുവെ നമ്മളെ മറ്റുള്ള പരിപാടികളെ കുഴിവാണ്. പിന്നെ വേനൽക്കാലം വരുമ്പോൾ കട്ടി കാടൊക്കെ വിട്ട് വയലാട് കൊണ്ടുപോകും. കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങുന്നത് 60 സെന്റിമീറ്റർ ഉയരത്തിൽ കോളബ്രിക്സ് കൊണ്ട് കിട്ടുക. അടി കോൺക്രീറ്റ് ചെയ്യാൻ കഴിയുന്ന വളരെ ഉഷാറായി. 94-95 എല്ലായിടത്തും 94-95-45